ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന് ചെറിയച്ചൻ പറഞ്ഞ മറുപടി ആ അഡ്വക്കേറ്റ് കേസ് വാദിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്നും വാദത്തിന്റെ അവസാനം എല്ലാം ശരിയാവുമെന്നോ. പക്ഷെ ഇപ്പൊ സംഭവിച്ച കച്ചൻ കണ്ടില്ലേ? പ്രിയങ്കയെ കല്യാണം കഴിച്ചതിന് ശേഷവും അവളുടെ പുറകെ നടന്നതാ കുഴപ്പമായത്. അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കേ ദൈവം ഒരു ശിക്ഷ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതായിരുന്നോടി നിന്റെ മനസ്സില്? ഈ നേരം വരെ എല്ലാവരുടെയും കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഇതായിരുന്നോ നിന്റെ മനസ്സിലെന്ന്? അമ്മേ, കണിമംഗലത്തിന്റെ വീഴ്ചകൾ ആസ്വദിക്കുന്നത് ശത്രുക്കളല്ല, കൂടെ ഇരിക്കുന്നവരാ. കൂടെ ഇരുന്ന് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്നവര്. അമ്മേ, നിന്നെ വിശ്വസിച്ചതാ കുഴപ്പമായത്. പരമേശ്വര, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു ഈ കാര്യത്തിന് വേണ്ടി ഒന്ന് നേരിട്ടിറങ്ങാൻ. അപ്പോ അവനെന്തോ അപരാധം ചെയ്ത മട്ടി നീ നിശബ്ദനായിട്ടിരുന്നു. നിനക്കിപ്പോ സമാധാനം ആയല്ലോ. എന്റെ പൊന്നുമോൻ ജയിലിൽ കിടന്നപ്പോ തൃപ്തിയായല്ലോ നിനക്ക്? അമ്മേ, എനിക്കിനി ആരുടെ വാക്കും കേക്കണ്ട. എന്റെ മോൻ ജയിലിൽ പോയതിന്റെ പേരില് ഇവിടെ എത്ര പേർക്ക് സത്യസന്ധമായി സങ്കടമുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ജീവനെ പോലെ നമ്മളെ എല്ലാവരെയും സ്നേഹിച്ചവനാ അവൻ. അവനെ എല്ലാവരും കൂടി അയ്യോ അയ്യോ, അമ്മേ, 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 കൽപ്പനെ, നീ പോയി വെള്ളം എടുത്തിട്ട് വാ. പിടിക്കമ്മേ. അമ്മേ, കുറച്ച് വെള്ളം എടുക്ക്. അമ്മേ, വെള്ളം കൊണ്ടുവാ. ഇവിടെ ഇരിക്കൂ. അമ്മേ, മുത്തശ്ശി, അമ്മേ, മുത്തശ്ശി, അമ്മേ, മുത്തശ്ശി, ആരെങ്കിലും പോയി കുറച്ച് വെള്ളം വെള്ളം എടുത്തേ. എടുത്തിട്ട് വാ. മുത്തശ്ശി. അമ്മേ, അമ്മേ, മുത്തശ്ശി. മുത്തശ്ശി. എന്നെ ന്യായവും നീതിയൊക്കെ പഠിപ്പിച്ചത് അമ്മയാ. ചെറിയ ചെറിയ കഥകളിലൂടെ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളാ എന്റെ മനസ്സിൽ ഉറച്ചത്. ആ പാതയിൽ നിന്ന് ഒരിക്കലും ഞാൻ തെറ്റി സഞ്ചരിച്ചിട്ടില്ല. എന്റെ മോൻ ഒരാളെ കൊല്ലില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ വിശ്വാസത്തിലല്ലല്ലോ അവനിപ്പോ നിൽക്കുന്നത്, നിയമത്തിന്റെ മുമ്പിലല്ലേ. അവിടെ നിന്നല്ലേ അവൻ ജയിച്ചു പോരേണ്ടത്. കനം കൂടിയ വാക്കുകൾ പറഞ്ഞ് മിണ്ടാതിരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അവനെക്കുറിച്ചുള്ള തേങ്ങല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. എന്റെ മകൻ ജയിലഴികൾക്കുള്ളിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല.
മിനി, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. വഴിപാടുകൾ പറ്റുന്നതൊക്കെ ചെയ്യണം. അവൻ പാവാട്ടോ. അച്ഛനൊന്ന് വന്നേ. വരാച്ച. സത്യം തെളിയും. ഈ കാര്യത്തില് ആരെങ്കിലും വരുണിന് എതിര് നിന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ദൈവം നമുക്ക് കാണിച്ചു തരും. അച്ഛാ, എന്താ? അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. അത് ചെറിയച്ഛന്റെ കാര്യത്തിലാ. ചന്ദ്രശേഖരന്റെ കാര്യത്തിലോ? അതെ അച്ഛാ. ചെറിയച്ഛൻ ഏർപ്പാടാക്കിയ അഡ്വക്കേറ്റ് ഇന്ന് കോടതിയിൽ പെരുമാറിയ രീതി വളരെ വിചിത്രമായിരുന്നു. വരുണിന്റെ അധികം രക്ഷിക്കാൻ വേണ്ടി അയാളൊരു ഡിഫൻസ് പോലും നടത്തിയില്ല. എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷന് അനുകൂലമായ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുകയും ചെയ്തു. അത് നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. അല്ല അച്ഛാ, ഞാനിത് അപ്പത്തിന് ചെറിയച്ഛനോട് പറയുകയും ചെയ്തു. അതിന് ചെറിയച്ഛൻ പറഞ്ഞ മറുപടി ആ അഡ്വക്കേറ്റ് കേസ് വാദിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്നും വാദത്തിന്റെ അവസാനം എല്ലാം ശരിയാവുമെന്നോ. പക്ഷെ ഇപ്പൊ സംഭവിച്ച കച്ചം കണ്ടില്ലേ?